നമസ്കാരം. KPCC പുനഃസംഘടനയ്ക്കെതിരെ തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭ. ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഓർത്തഡോക്സ് സഭയെന്ന് കരുതേണ്ടെന്ന് ഓർത്തഡോക്സ് സഭ യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് ഗീവർഗീസ് മാർ യൂലിയോസ് പ്രതികരിച്ചു. സഭാംഗങ്ങൾ ഏത് സ്ഥാനത്തായാലും അവരെയൊക്കെ തഴയാമെന്ന ചിന്തയുണ്ടെന്നും അബിൻ വർഗീയും ചാണ്ടിയുമ്മനും തങ്ങളുടെ യുവതയാണെന്നും ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. ചാണ്ടിയുമ്മൻ പങ്കെടുത്ത സഭയുടെ യുവജന സംഘടന സംഘടിപ്പിച്ച പ്രഗതി പരിപാടിയിലായിരുന്നു ഗീവർഗീസ് മാർ യൂലിയോസിന്റെ പ്രതികരണം. അബിൻ വർക്കിയും ചാണ്ടിയും സഭയുടെ മക്കളാണ്. അവരെ ഒരിക്കലും സഭ കൈവിടില്ല. സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നവരാണിവർ. മലങ്കര സഭയ്ക്ക് കരുത്തുറ്റ നേതാക്കന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. നല്ല നേതാക്കൾ സഭയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ സഭയുടെ സംഭാവന വലുതാണെന്നും ഗീവർഗീസ് മാർ യൂലിയോസ് വ്യക്തമാക്കി. സഭ പല വിധത്തിൽ അവഗണന നേരിടുന്നു. സഭാ അംഗങ്ങളെ തഴയാൻ ശ്രമം നടക്കുന്നു. സഭാംഗങ്ങളെ ഏത് സ്ഥലത്തായാലും അവരെ തഴയാം എന്ന ചിന്തയുണ്ട്. ചെണ്ടയുടെ പ്രത്യേകത എങ്ങനെ കൊട്ടിയാലും അതിന് ശബ്ദമുണ്ട്. ശാസ്ത്രീയമായി അതിനെ കൊട്ടിയാൽ മനോഹരമായ ശബ്ദമുണ്ടാകും. അശാസ്ത്രീയമായി കൈകാര്യം ചെയ്താൽ വ്യത്യസ്തമായ ശബ്ദമുണ്ടാകും. മലങ്കര സഭ ആർക്കും ഏത് വിധേനയും കൊട്ടാവുന്ന ചെണ്ടയല്ല. അബിൻ വർഗീയും ചാണ്ടിയുമനും ഞങ്ങളുടെ യുവതയാണ്. അവരാരും മതം വെച്ച് കളിക്കാറില്ല. അവരാരും ഇന്ന സഭക്കാരാണെന്ന് പറയാറില്ല. പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു മത തീവ്രവാദത്തിനും സഭ കൂട്ടുനിൽക്കില്ല. സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നവർ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യമുണ്ടാകും. സഭയ്ക്ക് നല്ല കാലത്തും നല്ല നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതുണ്ടാകും. ചെണ്ട കഴിവതും നല്ല സ്വരം പുറപ്പെടുവിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാത്ത പക്ഷം ശബ്ദം മാറാൻ സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കണമെന്നും ഗീവർഗീസ് മാർ യൂലിയോസ് മുന്നറിയിപ്പ് നൽകി. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെടുന്നവരെ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യമാണ്. സ്വർണ്ണപ്പാളികൾ പൊളിച്ചു കടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചതിനാണ് ട്രഷറർ 10 ദിവസം അകത്ത് കിടന്നത്. മലങ്കര സഭയ്ക്ക് കരുത്തുറ്റ നേതാക്കളുണ്ട്. ഈ ചെണ്ടയിൽ എത്രയടിച്ചാലും കഴിവതും ഒരു സ്വരം പുറപ്പെടുവിക്കും. ഒരു മാർഗവുമില്ലാതെ വന്നാൽ സ്വരം മാറാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പുനഃസംഘടനയിൽ ചാണ്ടിയുമ്മൻ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. താനും ഒരു മനുഷ്യനാണെന്നും ചില സാഹചര്യങ്ങളിൽ വിഷമം വരും, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കുമെന്നും പാർട്ടിയിൽ ജാതിയും മതവും ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളുമായും സംസാരിക്കും. മറ്റൊരു പരിഗണനയ്ക്കും എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല. എനിക്ക് തരാനുള്ളതെല്ലാം പാർട്ടി തന്നു. എന്നെ MLA ആക്കിയത് ഈ പാർട്ടിയാണ്. എനിക്കൊന്നും തരാതിരുന്നിട്ടില്ല. എൻ്റെ പിതാവിനെ 51 കൊല്ലം MLA ആക്കിയത് ഈ പാർട്ടിയാണെന്നാണ്. അതേസമയം അബിൻ വർക്കിയെ വെട്ടിയൊതുക്കിയെന്നാണ് കോട്ടയം ഭദ്രാസനാധിപൻ യൂഹനാൻ മാർ ദിയസ്കോറോസിന്റെ വിമർശനം. അബിൻ മികച്ച നേതാവാണ്. കേരളത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ആളാണ്. ആർക്കും മോശം അഭിപ്രായമില്ലാത്ത നേതാവായിട്ടും അവഗണിച്ചു. ഇത് ശരിയായ രീതിയല്ല. സാധാരണ സഭ രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം പറയാറില്ല. എന്നാൽ സഭയുടെ പുത്രൻ എന്നതിലുപരി മികച്ച രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന ആളാണ്. സമുദായ സന്തുലിതാവസ്ഥ പാലിക്കാനാണ് അബിനെ മാറ്റി നിർത്തിയത്. ഇതിൽ സഭയ്ക്കൊരു സുഖക്കുറവ് തോന്നിയിട്ടുണ്ട്. ഒരു സമുദായ അംഗമായത് അയോഗ്യതയായി കാണാൻ കഴിയില്ല. അതിൽ ഒരു തിരുത്തൽ വേണമെന്ന് യൂഹനാൻ മാർ ദിയസ്കോറോസ് പറഞ്ഞു.